ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ടൂറിസ്റ്റ് ഫാമിലി പടം ഇന്നലെ സെക്കൻഡ് ഷോ ആണ് നമ്മൾ കാണുന്നത്. തൃശ്ശൂർ ശോഭ സിറ്റി എന്നാണ് കാണുന്നത്. ഈ നോട്ട്സിൽ ഒരു ഷോയേ ഉള്ളൂ 9:40. പിന്നെ സെർച്ച് ചെയ്ത സമയത്ത് അമ്പല്ലൂർ ശ്രീരാമയിൽ 2 ഷോ കളിക്കുന്നുണ്ട്. രാവിലെ 12:30-ക്കും പിന്നെ ഈവനിങ് 6:30-ക്കും. തൃശ്ശൂർ ജില്ലയിൽ ഈ 3 ഷോ ഉള്ളൂ എന്ന് തോന്നുന്നു. ബുക്ക് മൈ ഷോ സെർച്ച് ചെയ്ത് കിട്ടിയത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കും. ആൾ കാണാനൊരു ഉപകാരം. നല്ല പടം കണ്ടിറങ്ങിയൊരു ഫീല്. എനിക്ക് ഈ പടത്തിനെ കുറിച്ച് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് പോയത്. പിന്നെ ഈ പടം കണ്ടിട്ട് പലരുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്തൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വായിച്ചിരുന്നു. അപ്പോൾ അഭിഷാൻ ജീവാനന്ദ് ചേട്ടാ ഇത്ര കാലം എവിടെയായിരുന്നു? ഇതിന് മുമ്പ് സിനിമയുടെ പിന്നാലെ തന്നെയായിരുന്നു. അത് വേറെ വല്ല പണിയെടുത്ത് വേറെ പണിയുടെ പിന്നാലെ ആയിരുന്നു. കാരണം ഇയാളൊക്കെ ഈ വക സാധനങ്ങൾ വെച്ച് ഇത്ര കാലം എവിടെയാണ് ചോദിച്ചു പോകും. ആ രീതിയിലുള്ള ഡയറക്ഷൻ, റൈറ്റർ ആൾ തന്നെയാണ്. കഥ തിരക്കഥ ഒറ്റ ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. വേറെ ലെവൽ. ഇതിൽ പിന്നെ ക്യാമറ BGM ഒക്കെ വേറെ ലെവലാണ്. എനിക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരു ടെക്നിക്കൽ ടീമൊക്കെ കഴിഞ്ഞാടിയിട്ടുണ്ട്. ഈ സ്പാട്ടുകളുണ്ട്, നല്ല രസം പിടിച്ച കുറേ BGM ഉണ്ട്. ഇമോഷൻസിലും കോമഡി സീനിലൊക്കെ വന്ന് കുറേ നല്ല നല്ല രസം പിടിച്ച BGM ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് സെർച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ പടം ടൂറിസ്റ്റ് ഫാമിലി വളരെ പ്രതീക്ഷയോടുകൂടി പോയി കണ്ട പടം കണ്ട് കഴിഞ്ഞിറങ്ങുമ്പോൾ നല്ലൊരു സിനിമ കണ്ടൊരു ഫീല്. ഇത് രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സിമ്രാൻ ഇത്ര ഏജ്ഡ് ആയിട്ട് കാണുമ്പോൾ എനിക്കൊരു വിഷമമാണ്. കാരണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അത്ര ആരാധിച്ചിരുന്നൊരു നടിയാണ്. സിമ്രാനെ കാണാൻ വേണ്ടി ഒരുപാട് സിനിമയ്ക്ക് കയറിയിട്ടുണ്ട്. ഞാനൊരു കൂട്ടുകാരൻ ശശികുമാർ ഇത് ഗംഭീരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബിബിമോൻ, ആവേശത്തിലെ ബിബിമോൻ അടിപൊളി പെർഫോമൻസ് ആണ്. അപ്പോൾ ഒരു പയ്യനും ഉണ്ട്, 2 മക്കളാണ് ഒരു ഫാമിലിയിൽ. ഒരു ഭാര്യ ഭർത്താക്കന്മാരാണ് ശശികുമാറും സിമ്രാനും. ബിബിമോൻ ഒരു പയ്യനുണ്ട്. അവൻ്റെ കിഡ് പെർഫോമൻസ് ആണ്. പേര് ഞാൻ നോക്കിയിട്ട് കിട്ടില്ല. ഇത് IMDb സെർച്ച് കൊണ്ടിരിക്കും. പേര് കാണുന്നില്ല. രമേശ് തിലക് കിഡ് സാധനം പോലീസ് ഓഫീസറുടെ റോളിലാണ് വരുന്നത്. ശ്രീജ രവി കിഡു എല്ലാവരും പെർഫോമൻസും അടിപൊളിയാണ്. കുറേ പുതിയ ആളുകളൊക്കെയാണ് പല പടങ്ങളിൽ കണ്ടിട്ടൊന്നുമില്ല. ഈ തമിഴ് സിനിമ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ MS ഭാസ്കർ ആളൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ യോഗി ബാബു സിമ്രാൻ്റെ അണ്ണനായിട്ട് വരുന്നത്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ പ്രശ്നങ്ങളാണ് നമുക്കറിയാം. അപ്പോൾ ശ്രീലങ്കയായിട്ട് ബന്ധപ്പെട്ടൊരു പടം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. അത് വേറൊരു സംഭവം. ടൂർ പോയിട്ടുണ്ടാകുന്ന അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ കുറേ സംസാരിച്ചിട്ടുണ്ട്. ആ പടത്തിൻ്റെ പേര് സത്യം പറഞ്ഞാൽ നാവിൻ്റെ തുമ്പത്തുണ്ട്, ഓർമ്മയില്ല. ശരി. അപ്പോൾ ശ്രീലങ്കയിലെ പ്രോബ്ലംസ് കാര്യങ്ങൾ നമ്മളൊക്കെ അറിയാം. അവിടെ ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസും അവിടെ പ്രശ്നങ്ങൾ കാരണം അവിടെ നിൽക്കാൻ പറ്റാണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ഫാമിലി. അണ്ണൻ തമിഴ്നാടുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് കയറിപ്പോരുകയാണ്. അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഇവർ കയറിപ്പോരുന്ന സമയത്ത് തന്നെ ഇവർ ബോട്ടിലാണ് വരുന്നത്. കടലാണല്ലോ, രാമേശ്വരം വഴിയാണ് വരുന്നത്. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുണ്ട്. അവർ പോലീസ് പിടിക്കുന്നത്. അവിടെ ബുദ്ധിപൂർവ്വം അവർ രക്ഷപ്പെട്ട് പോരുന്നുണ്ട്. ഇവരെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ താഴെയുള്ള മകൻ്റെ ഒരു ചെറിയൊരു ടെക്നിക്ക് അവിടെ വിജയിച്ച് അവർ കടന്നു പോരുന്നുണ്ട്. അതിനുശേഷം ഇവർ ചെന്നൈയിലെത്തുന്നു, തമിഴ്നാട്ടിലെത്തുന്നു, നല്ല രീതിയിൽ ജീവിക്കുന്നു. അതിന് ജോലി കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ വരുന്നത്. ഇപ്പം നമ്മൾ ഹൗസിംഗ് കോളനി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കറിയാൻ പറ്റും. അവിടെ പലതരത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് വലിയൊരു ഹൗസിംഗ് കോളനിയിലാണ് ഇവർ താമസിക്കാൻ വരുന്നത്. അപ്പുറത്തപ്പുറത്തായിട്ട് ആളുകളൊക്കെ ആയിട്ട് ബന്ധം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവർ ചെന്നതിന് ശേഷം ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളുണ്ട്. എല്ലാ ഫാമിലിയൊക്കെ ആയിട്ട് ഭയങ്കര അടുത്ത റിലേഷൻഷിപ്പ് വരും. ഒരുമിച്ച് ഹൗസിംഗ് കോളനി സെലിബ്രേഷൻ ആഘോഷിക്കുന്നു. ആ സമയത്ത് സിമ്രാൻ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ശശികുമാർ ചെയ്ത ക്യാരക്ടർ അവിടെ ഒരു നന്മയുള്ള ആളാണ്. അപ്പോൾ ഈ കോളനിയിൽ നടക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ നടക്കുന്ന പ്രോബ്ലംസിൽ ആൾ ഇടപെട്ടിട്ട് നമുക്ക് സൊല്യൂഷൻ കൊടുക്കുന്ന പല സീനുകളുണ്ട്. അപ്പോൾ പിന്നെ സ്വന്തം വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ അറിയാത്ത പോലെ ആളുകളുണ്ട്. പിന്നെ ഇവരെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന രീതിയിലേക്കൊക്കെ എത്തിപ്പെടുന്നുണ്ട്. ആ സമയത്താണ് ശ്രീലങ്കയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ രൂക്ഷമാവുന്നതും രാമേശ്വരത്ത് ഒരു ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നു. ഓട്ടോമാറ്റിക്കലി ഇവർ പോലീസിൻ്റെ കയ്യിൽപ്പെട്ട ആളുകളാണ്. ഇവരെ സംശയിക്കുക. അതായിട്ട് റിലേറ്റഡ് ആയിട്ട് കഥ മുന്നോട്ട് പോകുന്നു. അവിടെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അതൊരു വളരെ രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാ സിനിമകളിലും കാണുന്നത് പോലെ അല്ല. അവിടെ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്ലൈമാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സിൽ പറയുന്നൊരു സീനുണ്ട്. നിങ്ങൾ അതിഥികളല്ലേ സാറേ എന്ന് പറയുമ്പോൾ, നിങ്ങൾ അതിഥികൾ എന്ന് വെച്ചാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കോളനിയിലുള്ള മുഴുവൻ ആളുകളും ശശികുമാറിൻ്റെ പിന്നിൽ നിൽക്കുന്നൊരു സീനുണ്ട്. ഭയങ്കര ഫീലുള്ള സാധനമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് ഭാഗം. അത് ഭയങ്കര രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവരുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഫാമിലി, അവർ ചെറുപ്പത്തിൽ ഭാര്യയും ഭർത്താവും ശ്രീജ രവിയെ ഹസ്ബൻഡ്, അവർ മക്കളില്ല അവർക്ക്. അവർ ചെറുപ്പത്തിൽ ഒളിച്ചോടി പോന്നിട്ട് അവർ ആരായിട്ട് കണക്ഷനല്ല.
ശ്രീജയവരായിട്ട് ഭയങ്കര അടുപ്പം വരും ഒരു കുടുംബമായിട്ട്. അങ്ങനെ ഒരു മരണസമയത്ത് ഉണ്ടാവുന്ന സംഭവമൊക്കെ ഉണ്ട്. നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല, അതാ രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്ന സീനൊക്കെ ഉണ്ട്, പക്ഷെ കുഞ്ഞുങ്ങളില്ല ഇവർക്ക്. അപ്പോൾ ബർത്ത്ഡേ അന്ന് ചെറുപ്പം മുതലുള്ള ഇതുവരെയുള്ള ഫോട്ടോസ് വെച്ചൊരു ആൽബം കൊടുക്കുന്നു. അതൊക്കെ നമുക്ക് ആ ഫീൽ ചെയ്യണം കേട്ടോ. കാരണം ആ ഏജിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ 19 വയസ്സിൽ വാലന്റൈൻസ് ഡേക്ക് കൊടുക്കുന്ന സംഭവമല്ല, ഒരു 60+ ഏജിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. ഭയങ്കര രസമായിട്ടുണ്ട്. ഒരു ലിക്കർ അടിച്ച് ഫുള്ളായിട്ട് അവിടെ ശ്രദ്ധിച്ചിടുന്ന ഒരു പയ്യനെ എല്ലാ കോളനിക്കാരും നിന്നടിക്കുക. അവൻ എന്താണ് ലിക്കർ കഴിക്കുന്നത് ചോദിക്കുന്നതും എന്താണ് കാരണം എന്ന് അന്വേഷിച്ചറിയുന്ന ശശികുമാറിൻ്റെ ഒരു ക്യാരക്ടർ. അവനോട് ഉണ്ടാകുന്ന സൊല്യൂഷൻ കാര്യങ്ങൾ, ഒരു പള്ളിയിൽ വെച്ച സ്പീച്ചും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഗംഭീരമാണ്. പിന്നെ ഹൗസിംഗ് ഓൺലി സെലിബ്രേഷൻ കാര്യങ്ങൾ, എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സംഭവങ്ങളൊക്കെ സെറ്റാണ്. പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ബിബിമോൻ്റെ പെർഫോമൻസ് സൂപ്പർ. ബിബിമോൻ്റെ അനിയനായിട്ട് വരുന്ന മോൻ്റെ പേരിക്കറിയില്ല, എന്ത് പെർഫോമൻസ് പറയും ചെയ്തെല്ലാവരും ജീവിക്കുകയാണ്. കാരണം നമ്മളൊക്കെ ചുറ്റുവട്ടത്ത് കാണുന്നതാണ് ഈ ഹൗസ്. ചില കുറച്ച് പ്രീമിയം കസ്റ്റമേഴ്സ് പറയുന്നത് ഹൈ പ്രൊഫൈൽ ആളുകൾ താമസിക്കുന്ന ഏരിയയിലൊക്കെ അപ്പുറത്ത് വലിയ ബന്ധം ഉണ്ടാവാറില്ല. ചില ആളുകളൊക്കെയാണ്. പിന്നെ ഇവരെ മറ്റേ ഹൗസിംഗ് ഓൺലി സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് ആഘോഷിക്കുകയൊക്കെ ചെയ്യും. അതൊരു ടീം ഉണ്ടാവും, പല സ്ഥലത്ത് വട്ടം കൂടി നിൽക്കുക, ഇത് ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതൊക്കെ ഭയങ്കരമാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലുള്ള സംഭവം കൂടിയാണിത്. ഇത് ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഡയറക്ഷൻ സമ്മതിച്ചു, ഇത് വേറെ ഫീലാണ്. അവിടെ വീണ്ടും ഇങ്ങനെ നല്ല നല്ല സിനിമകൾ പ്രതീക്ഷിക്കുന്നു. 2 മണിക്കൂർ 8 മിനിറ്റ് പടമുള്ളൂ. സൂപ്പർ. പോയി കാണുക, ഫാമിലിയായിട്ട് കാണുക, കൂടുതൽ ഷോസുകൾ വരട്ടെ. സൂപ്പർ 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 നല്ലൊരു പടം കണ്ട ഫീൽ. ബൈ.